രാവിലെ ആസൂത്രണ ബോർഡിലെ ഉന്നത പരീക്ഷയിലെ PSCയിൽ നടന്ന അട്ടിമറിയാണ് ഇന്നത്തെ പ്രധാന സംസാര വിഷയം. വർഷങ്ങൾ കാത്തിരുന്ന് പഠിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള PSC നിയമനം ഇതാണ് ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് 3 ആഴ്ച കൊണ്ട് തന്നെ നിയമനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇടത് സംഘടനയിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത്, ചോദ്യ പേപ്പർ നോക്കാതെ അതിന് മാർക്കിടാതെ ഒന്നാം റാങ്ക് എങ്ങനെ കിട്ടി? അതിൽ ദുരൂഹതകൾ കൃത്യമായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. PSC എന്ന് പറയുന്നത് കേരളത്തിലെ യുവജനത ഏറ്റവും കൂടുതൽ, എന്തിനാണ് PSC ക്ലാസ്സുകൾക്ക് ഇവിടുത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ പോകുന്നത്? ഏതെങ്കിലും സംഘടനയിൽ ചേർന്നിട്ട് ആ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നിട്ട് നേരെ പരീക്ഷ എഴുതി PSC അട്ടിമറിച്ചങ്ങ് കയറിയാ പോരെ? എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി കയറിപ്പറ്റി അവന്റെ ഭാവി സുരക്ഷിതമാക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഇതുപോലെ വർഷങ്ങൾ തോറും ഈ ഒരു PSC ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ ചെയ്തു വച്ച ചെയ്തികളുടെ പരിണിത ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞവരാണ്. കേന്ദ്ര നയങ്ങൾ കാരണമാണ് കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാത്തത് എന്ന് പറഞ്ഞൊരു സർക്കാരായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജോലിദാതാവായിട്ടുള്ള PSCയെ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നടന്നിട്ടുള്ളത്. ഇത് ഒരു ചെറിയ വിഷയം മാത്രമല്ല, ഇത് ഒരിടത്ത് നടന്ന വിഷയം മാത്രമായിരിക്കത്തില്ല. ഇതുപോലെ എത്ര സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും, എത്ര തസ്തികകൾ നടന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കണ്ടതാണ് ശിവരഞ്ജിത്തിന്റെ വിഷയം. നമ്മൾ 2018 CPO റാങ്ക് ലിസ്റ്റിന്റെ 2018 ഒന്നാം റാങ്കിലേക്ക് വരുന്ന, CPO റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതേക്ക് വരുന്ന ആ ഒരു വിഷയം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അന്ന് ശിവരഞ്ജിത്തിന് പാസ്സാവാൻ വേണ്ടിയിട്ട് ചോദ്യ പേപ്പർ ലീക്കാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നിവിടെ എന്താണ് നടത്തിയിട്ടുള്ളത്? ചോദ്യ പേപ്പർ നോക്കാതെ ഒന്നാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നു. ഇതിലും വലിയ അഴിമതി PSCയിൽ. ഒന്നാലോചിച്ചു. PSC നടത്തുന്ന ആളുകളുടെയൊക്കെ ശമ്പളം എത്രയാണ്? 2 ലക്ഷം രൂപ. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ടാണ് PSCയിൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരൊക്കെ പിന്നെ എന്തിനാണ്? വെറുതെ കുറെ പൈസ കൊടുക്കാനായിട്ട് കുറെ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് KSRTCയിലെ കണക്കാണ് പറയുന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് KSRTCയിൽ PSC വഴി നിയമനം ലഭിച്ച ഒരാളെയെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഇപ്പോൾ ഇവിടെ ഗണേഷ് കുമാർ വന്നിട്ട് വലിയ രീതിയിൽ അദ്ദേഹം വീമ്പിളക്കുന്നുണ്ടായിരുന്നു. KSRTCയെ ഞാൻ രക്ഷിച്ചു, സംരക്ഷിച്ചു, ഞാൻ അതിൻ്റെ അപ്പോസ്തലനായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഇവിടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. 2.5 കൊല്ലം വെച്ചിട്ട് ഗണേഷ് കുമാർ ആയിരുന്നു 5 കൊല്ലം ഇവിടുത്തെ KSRTC മന്ത്രി. 10 കൊല്ലക്കാലമായിട്ട്, അതേ കൂടാതെ വേറെ 2 പേരും ഉണ്ടായിരുന്നു. പക്ഷെ 10 കൊല്ലക്കാലമായിട്ട് PSCയിൽ ഒരു നിയമനം പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിലും വലിയൊരു വിഷയം എന്താണുള്ളത്? അതേസമയം തന്നെ ഇപ്പോൾ ആസൂത്രണ ബോർഡിൽ നടന്നിട്ടുള്ള PSC നിയമനം, അതിൽ 10 ചോദ്യങ്ങൾക്കാണ് അതിന് മാർക്ക് ഇടാതെ പോയിട്ടുള്ളത്. അപ്പോൾ 10 ചോദ്യങ്ങൾക്ക്, അപ്പോൾ വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ, ഈ ഒരു അട്ടിമറിക്ക് പിന്നിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗൂഢാലോചന നടക്കാതെ ഇത് ഇങ്ങനൊരു സംഭവം നടക്കത്തില്ലല്ലോ. ഇപ്പോൾ ആ പേപ്പർ എടുക്കുമ്പോഴല്ലേ കാണുന്നത് ആ പേപ്പർ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോൾ വാല്യുവേഷൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ CBSE വിഷയം കണ്ടതാണ്. CBSEയിൽ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ മാർക്ക് ലിസ്റ്റ് വീണ്ടും പുനർപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് CBSEയിൽ നടന്ന വലിയ തട്ടിപ്പുകൾ, അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന വലിയ CBSEയിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകൾ. അത് മാത്രമല്ല, നീറ്റ് എക്സാമിലെ ആസൂത്രിതമായ ചോദ്യപേപ്പർ ചോർച്ച, അതും ഇതുമായിട്ട്, അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു അന്തരമുണ്ട്. ഇത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇത്തരത്തിൽ ഇവിടുത്തെ യുവജനങ്ങൾക്ക്, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഇവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ പാർട്ടിക്കാരായിട്ടുള്ള സംഘടനകൾക്ക് വേണ്ടി നിൽക്കുന്ന, രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആളുകൾക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തെയും ഇന്ത്യയും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ മോശം അവസ്ഥ നമ്മുടെ നാടിന് വരാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് യോഗ്യരായ, അല്ലെങ്കിൽ അർഹരെ തഴഞ്ഞിട്ടാണ് ഇതുപോലെ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടത് സംഘടനയിൽ ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ 1ാം സ്ഥാനത്തേക്ക് അയാളെ ഒരു അനധികൃതമായി ലിസ്റ്റിലേക്ക് 1ാം സ്ഥാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ആശുക്കൊന്ന് ആലോചിച്ചു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പിട്ട്
ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പിട്ട് CPO റാങ്ക് ലിസ്റ്റ് മരവിപ്പിക്കരുത്. ആ CPO റാങ്ക് ലിസ്റ്റ് മാത്രമല്ല, PSC യിലുണ്ടായിരുന്ന പല റാങ്ക് ലിസ്റ്റുകളും അത് മരവിപ്പിക്കരുത്. അതിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നു, നിയമനങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തിയ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. എത്ര വിദ്യാർത്ഥികളാണ്. CPO റാങ്ക് ലിസ്റ്റ് മാത്രമല്ല, ഇപ്പൊ LP UP അധ്യാപക തസ്തികയും കുറച്ചെങ്കിലും നീട്ടണം, അല്ലെങ്കിൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് റദ്ദാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇത്ര വർഷത്തെ കഠിനാധ്വാനം വേസ്റ്റ് ആയി അതൊന്നുമല്ല. നമ്മൾ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ നിയമസഭയിലേക്ക് വന്നിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇരുന്ന് കുത്തിയിരുന്ന് സമരം ചെയ്തു, മുട്ടിലഴിഞ്ഞ് സമരം ചെയ്തു, പുല്ല് തിന്ന് സമരം ചെയ്തു. ഇതിലും കൂടുതൽ എന്താണ് സാർ ചെയ്യേണ്ടത്? സമരങ്ങൾ ചെയ്യാനല്ലാതെ ഇപ്പോൾ സമരങ്ങൾ അവർ സ്വന്തമായിട്ട് എത്ര വർഷക്കാലം എടുത്ത് പഠിച്ചിട്ടായിരിക്കും ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നത്? നമുക്കറിയാം ഒരു PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്. PSC നിയമനങ്ങളുടെ കണക്ക് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ 0.003% ആണ് ചാൻസ് ഒരാൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. അതായത് PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ കയറി. കാരണം അത്രയും ആളുകളാണ് PSC എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുമാണ് ഈ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഈ ആളുകൾ കടന്നു വരുന്നത്. ആ കടന്നു വരുന്ന ആളുകൾക്ക്, ആദ്യമുള്ള ആളുകൾക്ക് 2-3 പേർക്ക് ജോലി കൊടുത്തിട്ട് ബാക്കിയുള്ള ലിസ്റ്റുകൾ മരവിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ. അല്ലെങ്കിൽ അത് റദ്ദാക്കും. ഒന്ന് ആലോചിച്ചു, 2-3 പേരെ എടുക്കാൻ വേണ്ടി മാത്രമാണോ PSC എന്ന് പറയുന്ന ഈ സംരംഭം ഉള്ളത്? വെറും 2-3 പേര്, അതും 10 കൊല്ലക്കാലം കൊണ്ട് 2-3 പേരെ എടുക്കാൻ വേണ്ടിയിട്ടാണോ PSC? പിന്നെ എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്? മിനിമം, അത് PSCയുടെ കണക്കനുസരിച്ച് മിനിമം 4 കൊല്ലത്തിന് മേളിൽ പഠിക്കുന്ന ആളുകൾക്കാണ് PSCയിൽ നിയമനം ലഭിക്കുന്നത്, PSCയിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. 4 കൊല്ലക്കാലം ഒരാൾ +2, ഇന്ന് നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, PG കഴിഞ്ഞ് ഒന്നും കിട്ടാതെ ആകുമ്പോൾ PSC പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എത്രയോ പേരുണ്ട്. PSC ക്ലാസ്സിന് പോയിട്ട്, അതായത് ഡിഗ്രിയും കഴിഞ്ഞ് PGയും കഴിഞ്ഞ് ചിലപ്പോൾ PhDയും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം PSC പഠിക്കാൻ പോകുന്നത്. എന്തിനാണ്? കൊടുക്കാൻ തൊഴിലില്ല. അങ്ങനെ വീണ്ടും 4 കൊല്ലം, 2, 3, 4 കൊല്ലം ഇരുന്ന് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ചെടുത്ത് റാങ്ക് ലിസ്റ്റിൽ ഒരു പേര് വരുമ്പോൾ അവിടെയും തിരിമറി നടത്തി വരുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതിപ്രസരം കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. അതായത് ഏറ്റവും മേളിലിരിക്കുന്ന, തലപ്പത്തിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളായിരിക്കണം. ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ആർക്ക് ജോലി കൊടുക്കണം, ഞങ്ങളുടെ കൊടി പിടിച്ചിട്ടുണ്ടോ നിനക്ക് ജോലി തരും. ഈ രീതിയിലേക്ക് ഇവിടുത്തെ PSCയെ മാറ്റിയത് CPM എന്ന് പറയുന്ന ഒരു സംഘടന തന്നെയാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ആസൂത്രണ ബോർഡിൽ ചോദ്യ പേപ്പർ, അതായത് നോക്കാതെ 1 റാങ്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇതിൽ നിയമനം നൽകിയതിൻ്റെ ആ ഒരു സ്പീഡാണ്. 3 ആഴ്ച മാത്രം എടുത്തിട്ടുള്ളൂ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഇങ്ങ് നിയമനം ലഭിക്കാൻ. അതായത് മെയ് അവസാന ആഴ്ച ദിവസമാണ് ഇതിൽ 1-ാം റാങ്ക് നേടിയ ആൾക്ക് നിയമനം ലഭിക്കുന്നത്. അതേസമയം അതിനു മുമ്പ് എക്സാം നടത്തി റാങ്ക് ലിസ്റ്റിൽ 1-ാമതും അല്ലെങ്കിൽ 2-ാമതും അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 1-2 വർഷം കാത്തിരിക്കുകയാണ്. ഇതുവരെയായിട്ട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു കുറെ. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉടനടി ഉണ്ടാവും. CBI കയറുമ്പോൾ ഇത് 1-2 വിഷയമായിരിക്കത്തില്ല, PSCയെ മൊത്തത്തിൽ കുടഞ്ഞ് വാരിയെടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഞാൻ പറയുന്നു, ഇത് ഒറ്റ വിഷയം മാത്രമല്ല, ഇതേപോലെ 100,000 വിഷയങ്ങൾ PSCക്കുള്ളിൽ നടന്നിട്ടുണ്ടാകും. കാരണം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചോദ്യ പേപ്പർ നോക്കാതെ ഒരാൾക്ക് 1-ാം റാങ്ക് കൊടുത്ത് അയാൾക്ക് 3 ആഴ്ച കൊണ്ട് നിയമനം കൊടുക്കാൻ ഇവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശിവരഞ്ജിത്തിനെ പോലുള്ള ആളുകൾക്ക് 2018 ചോദ്യപേപ്പർ ചോർത്തിക്കൊടുത്ത് കൃത്യമായിട്ട് 1-ാം റാങ്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1-2 പേരിൽ ഒതുങ്ങുന്ന വിഷയമായിരിക്കത്തില്ല. 10 കൊല്ലക്കാലം കൊണ്ട് 100-200 പേരെ ഇത്തരത്തിൽ തിരികാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. 100-200 ഒന്നും ആയിരിക്കത്തില്ല, അതിന് മുകളിലേക്ക് വലിയൊരു അഴിമതിയുടെ അല്ലെങ്കിൽ വലിയൊരു ക്രമക്കേടിൻ്റെ ഒരു നേർചിത്രമായിരിക്കും PSCയിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. എന്താണെങ്കിലും PSCയെ കുടഞ്ഞു വാരി എടുത്തിട്ട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാലോ? VD സതീശനാണ്. അദ്ദേഹം നിയമസഭയിൽ പ്രസംഗത്തിനെല്ലാം ശേഷം മാധ്യമങ്ങളോട് വന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കാൻ ജോലിയില്ല, എവിടെ നിന്നെടുത്ത് വെച്ച് പണി കൊടുക്കുമെന്ന് ചോദിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മേലിൽ അത്രത്തോളം
അത്രത്തോളം അവർക്ക് ശ്രദ്ധ കൊടുക്കുന്ന, കരുതൽ കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ എന്താണെങ്കിലും വലിയ ചോദ്യചിഹ്നമായി മാറും. കാരണം നമുക്കറിയാം PSCയിലെ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു PSC അത് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് 2-3 ലക്ഷം രൂപ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ചോദ്യചിഹ്നമായതാണ്. നിയമസഭയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ടാകും. കാരണം പ്രതിഫലമാണല്ലോ. 2-3 ലക്ഷം രൂപ പ്രതിഫലം നൽകി തൻ്റെ പാർട്ടിയിലുള്ള ആളുകളെ ഇതിലേക്ക് കുത്തിത്തിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്യാതെ പോകാൻ കഴിയുന്നതല്ല.